وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. أما بعد. സമാധാനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒന്ന് രണ്ട് വാക്കുകൾ നിങ്ങളോട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആധുനിക ലോകം സമാധാനത്തിന് വേണ്ടി കേഴുകയാണ്. ഒരു ഭാഗത്ത് ഒരു നേരത്തെ വിശപ്പടക്കാൻ വകയില്ലാത്ത പട്ടിണി പാവങ്ങളുടെ അട്ടഹാസങ്ങൾ, മറുഭാഗത്ത് മുക്കിലും മൂലയിലും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വർദ്ധിച്ചിട്ടും അധികരിച്ചിട്ടും ഓരോ ദിവസവും അധികരിച്ചു കൊണ്ടിരിക്കുന്ന മാരകമായ രോഗങ്ങളുടെ അടിമകളായി ജീവച്ചവങ്ങളെന്ന പോലും ജീവിച്ചു കൊണ്ടിരിക്കുന്നവരുടെ രോധനങ്ങൾ. മറ്റൊരു ഭാഗത്ത് സ്നേഹത്തിൻ്റെയും പ്രേമത്തിൻ്റെയും പേര് പറഞ്ഞ് നടത്തപ്പെടുന്ന അരും കൊലകളും കുടുംബകലഹങ്ങളും, ഇതിലെല്ലാത്തിലും ഉപരി മതത്തിൻ്റെയും കക്ഷി രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ ലോകവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളും കലാപങ്ങളും, ലോക പോലീസ് സമയുന്ന സാമ്രാജ്യ ശക്തികൾ ദുർബല രാഷ്ട്രത്തിന്മേൽ നടത്തുന്ന അനീതികളും അന്യായങ്ങളും അക്രമങ്ങളും, ഉപയോഗിക്കുന്നത് AK-47 ബാലിസ്റ്റിക് മിസൈലുകളും ഫോസ്ഫറസ് ബോംബുകളും, കൈകളിൽ മാരകായുധങ്ങൾ, കാതുകളിൽ രോദനത്തിന്റെ ചിലമ്പ്, നാസികാദ്വാരങ്ങളിലേക്ക് അടിച്ചു വീശുന്നത് ചുട്ട് കരിക്കപ്പെട്ട പച്ച മാംസത്തിന്റെ തീക്ഷണമായ ഗന്ധം, അധികാരം അഹങ്കാരത്തിനും അലങ്കാരത്തിനും മാത്രമുള്ളതാണെന്ന് കരുതി ഹുങ്ക് നടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം കാബാളികളുടെ കരങ്ങളിൽ ഞെറിഞ്ഞമർന്നു കൊണ്ടിരിക്കുന്ന അധസ്ഥിതരുടെ രോദനങ്ങളും അട്ടഹാസങ്ങളും ലോകവ്യാപകമായി പരന്നുകൊണ്ടിരിക്കുകയാണ്. എന്തോരാഭാസമാണ്, എന്തോരു ധാഭാസമാണ്. ഇവിടെയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തി ജീവിതത്തിന്റെ പ്രാധാന്യവും മഹത്വവും മനസ്സിലാകുന്നത്. നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടി കാലങ്ങളോളം കലഹിച്ചിരുന്ന അന്നത്തെ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറിബികളെ കൈപിടിച്ച് ആണയിച്ച് ലോകത്തിന്റെ നേതാക്കളും ജേതാക്കളുമാക്കി മാറ്റിയ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 23 വർഷത്തിന്റെ പ്രബോധന പ്രവർത്തനത്തിലൂടെ ലോകത്തിന്റെ ഗതിവിഗതികൾ മാറ്റിമറിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ വ്യക്തി ജീവിതത്തിന്റെയും സ്വഭാവത്തിന്റെയും മഹിമയാണ്. ശത്രുക്കളുടെ അന്യായവും അക്രമവും ഏറ്റ് സഹിക്കാൻ കഴിയാതെ വലിയുന്ന അനുയായികളോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പാഠം നന്മ കൊണ്ട് പ്രതികരിക്കുക. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. തിന്മ കൊണ്ട് ആക്രമിക്കുന്ന ആളുകളോട് നന്മ കൊണ്ട് പ്രതികരിച്ചാൽ നിങ്ങൾക്കിടയിലുള്ള ശത്രുത നീങ്ങി പരസ്പരം സാഹോദര്യമുണ്ടാക്കാൻ കഴിയുമെന്ന സുന്ദരമായ ആശയമായിരുന്നു. പ്രസവിക്കപ്പെട്ടത് പെണ്ണാണെങ്കിൽ മുഖം ചുളിച്ച് ജീവനോട് കുടിച്ചു മൂടിരുന്ന കാലഘട്ടത്തെ പെണ്ണ് റഹ്മത്താണെന്നും പെണ്ണ് മാനവകുലത്തിന്റെ മാതാവാണെന്നും ആ മാതാവിന്റെ കാൽ കീഴിലാണ് സ്വർഗമുള്ളതാണെന്നും പഠിപ്പിച്ച് മരണാനന്തരവും സ്വത്തിൽ അവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ച് ലോകത്ത് ഒരു നേതാവിനും കഴിയാത്ത മഹത്തായ സ്ഥാനമാനം സ്ത്രീകൾക്ക് നേടിക്കൊടുത്തു. ധനികൻ തന്റെ ധനത്തിൽ നിന്ന് 2.5% പാവപ്പെട്ടവർക്ക് കൊടുക്കൽ നിർബന്ധമാണെന്ന് പ്രഖ്യാപിച്ച് ദാരിദ്ര്യ നിർമൂലനം ചെയ്തു. കുടുംബത്തിന്റെയും കുലത്തിന്റെയും പേരിൽ പരസ്പരം കലഹിച്ചിരുന്ന ആ ജനതയോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ ഞങ്ങൾ ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. വജഅൽനാകും ശുഊബൻ വഖബായില, ഗോത്രങ്ങളായും കുലങ്ങളായും പരസ്പരം വേർതിരിച്ചത് ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളെ കൂട്ടത്തിൽ ഉത്തമർ ആരാണെന്നറിയാമോ? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അല്ലാഹുവിന്റെ അരികിൽ ഏറ്റവും ബഹുമതിയുള്ളവർ അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയും ഭയഭക്തിയുള്ളവർ മാത്രമാണെന്ന ഉദാത്തമായ സന്ദേശത്തിലൂടെ അന്നത്തെ പണക്കാരനെയും പാവപ്പെട്ടവരെയും സുമുഖരെയും കറുത്തവരെയും വെളുത്തവരെയും ഒരേ മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ സ്നേഹ സാഹോദര്യത്തിന്റെ സാമ്രാജ്യം സൃഷ്ടിക്കുകയായിരുന്നു.
അതുപോലെ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. ഇങ്ങോട്ട് ആക്രമിക്കുന്ന ആളുകളെ പോലും അങ്ങോട്ട് സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.